ഇവിടെ വച്ചിരുന്ന മണ്ണിന്റെ കാര്യം ചോദിക്കാനായിരിക്കോ മുത്തശ്ശൻ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്? ചോദിച്ചാ മുത്തശ്ശനോട് ഞാൻ എന്ത് പറയും? മുത്തശ്ശൻ എന്നെ വഴക്ക് പറയുമല്ലോ. ഓപ്പോളെ, എന്നെ മുത്തശ്ശൻ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? നിന്റെ മുത്തശ്ശൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. പ്രാർത്ഥിച്ചോണ്ട് നിൽക്ക. മോളെ, പരദേവതയ്ക്ക് മുന്നിൽ 7 ദിനം കാത്തുവച്ച് പൂജിച്ച കുങ്കുമപ്രസാദമാണ്. മോൾക്ക് ഭയമോ ടെൻഷനോ ഒന്നും ഉണ്ടാകാതിരിക്കാനും പഠിത്തത്തിൽ അലസത മാറാനുമാ മുത്തച്ഛൻ ഇത് നെറ്റിയിൽ ചാർത്തിയത്. അതെവിടെ? ഇവിടെ വെച്ചിരുന്ന മൺകിഴി എവിടെ? അതെവിടെ പോവാനാ? അതാരോ എടുത്തോണ്ട് പോയിരിക്കുകയാണല്ലോ. മന്ത്രച്ചരടുകൾ പൊട്ടിച്ച് ആ മൺകിഴി എടുത്തോണ്ട് പോകാൻ ഇവിടെ ആർക്കാ ധൈര്യം? ഇവിടെ ഞാനോ വല്യച്ഛനോ അല്ലാതെ മറ്റാരും കയറാറില്ലല്ലോ. വൃന്ദമോൾ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്? അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയണം. കേശവനെ വിളിക്ക്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോ മനയുടെ താക്കോൽ അവന്റെ കൈവശമാ കൊടുത്തത്. അവൻ ഇവിടെ കയറിയിട്ടുണ്ടോ എന്നറിയണം. കയറിയിട്ടുണ്ടെങ്കിൽ അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. ഞാൻ ഇപ്പൊ തന്നെ കേശവനെ വിളിക്കാം. ഓപ്പോളെ, പോണ്ട. കേശവേട്ടൻ ഇവിടെ കയറിയിട്ടില്ല. ഞാനാ ഇവിടെ കയറിയത്. മുത്തശ്ശൻ കാണുന്നില്ല എന്ന് പറയുന്ന ആ മൺകിഴി ഞാനാ എടുത്തു മാറ്റിയെ. മോളെ, നീ എന്തിനാ അത് എടുത്തത്? ഞാൻ മന്ത്രച്ചരടാൽ ബന്ധിച്ച മൺകിഴി എടുത്തു മാറ്റാൻ ആരെങ്കിലും നിന്നോട് ആവശ്യപ്പെട്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അതാരാണെന്ന് പറ. മുത്തശ്ശ, എന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടല്ല ഞാനത് എടുത്തു മാറ്റിയത്. മുത്തശ്ശൻ അപകടം പറ്റിയത് അറിഞ്ഞപ്പോ മുതല് എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇവിടെ വന്ന് തനിച്ചിരുന്നപ്പോ മുത്തശ്ശന്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. പരദേവതയോട് മുത്തശ്ശന് വേണ്ടി പ്രാർത്ഥിക്കാനാ ഞാൻ ഇവിടെ കയറിയത്. പ്രാർത്ഥിക്കാൻ കയറി നീ എന്തിനാ ആ കിഴി എടുത്തത്? ഞാൻ എടുത്തതല്ല. ഇവിടെ പെട്ടെന്ന് വിളക്കുകൾ വീണു. അതെല്ലാം എടുത്തു വെക്കാൻ നേരം എന്റെ കൈ തട്ടിയതാ. അങ്ങനെയാ അതെല്ലാം താഴെ വീണ്. അതില് മണ്ണുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് ആ മണ്ണെവിടെ? ആ മൺകിഴി എവിടെയെന്ന്? അത് താഴെ വീണ് ഇവിടെ എല്ലാം വൃത്തികേടായപ്പോ മുത്തശ്ശൻ വന്ന് വഴക്ക് പറയുള്ളൂന്നോർത്ത് ഞാൻ അത് കൊണ്ടുപോയി കളഞ്ഞു. പരദേവതകളെ, നീ അത് കൊണ്ടുപോയി കളഞ്ഞോ? നീ അത് എവിടെ കളഞ്ഞു? നമ്മുടെ കുടുംബക്കുളത്തില്. ഞാനങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മുത്തശ്ശ? അപ്പോളെ, ഞാൻ ചെയ്തത് തെറ്റാണോ? എനിക്ക് അതിന്റെ പ്രാധാന്യം അറിയില്ലായിരുന്നു. മുത്തശ്ശ, പരദേവത എന്നോട് കോപിക്കോ? ഞാൻ എന്താ ചെയ്യണ്ടേ? മുത്തശ്ശൻ പറ. പ്രായശ്ചിത്തം ചെയ്യണോ? മോളെ, കരയാതെ. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. അറിയാതെ സംഭവിക്കുന്ന തെറ്റുകൾ പരദേവത പൊറുക്കും. കരയണ്ട മോള്, ചെല്ല്. കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത്? ഞാൻ പേടിക്കുന്ന ശക്തി ഇവിടെയും വന്നിരിക്കുന്നു. ആ ശക്തിയുടെ ഇടപെടലില്ലാതെ ആ മൺകിഴിക്ക് ഇവിടെ നിന്നും സ്ഥാനചലനം ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? സൂര്യമംഗലത്തെ ഇളയതിനെ പരാജയപ്പെടുത്താൻ ആ ശക്തിക്ക് കഴിയില്ല. ആ ശക്തിയെ ഞാൻ കീഴ്പ്പെടുത്തും.